ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് മുന്നിൽ തോറ്റു പോകുമ്പോൾ അതിന് പരിഹാരം ജീവിതം അവസാനിപ്പിക്കുന്നതാണോ? കുടുംബത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയോ, ദാമ്പത്യത്തിലെ തർക്കമോ, മക്കളുടെ പഠനമോ, ബന്ധങ്ങളിലെ പ്രശ്നമോ ആകാം. ചിലപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് പലരെയും കൂട്ടമരണത്തിലേക്ക് നയിക്കുന്നത്. കാസർഗോഡ് മീപ്പുഗിരിയിൽ അച്ഛനെയും മകളെയും വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന് പിന്നിൽ എന്തായിരിക്കും കാരണം? മീപ്പുഗിരിയിലെ ഗണേശൻ, മകൾ +2 വിദ്യാർത്ഥിനി വൈഷ്ണവി എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യയുടെ കാരണം വ്യക്തമായിട്ടില്ല. ഈ വാടക വീട്ടിൽ 1.5 വർഷത്തിൻ്റെ 4 പേരാണ് ജീവനൊടുക്കിയത്. അച്ഛനെയും +2 വിദ്യാർത്ഥിനിയായ മകളെയും വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി. കർണാടക സ്വദേശിയും കാസർഗോഡ് മീപ്പുഗിരിയിൽ താമസക്കാരനുമായ ഗണേശൻ, പരവനടുക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥിനിയായ മകൾ വൈഷ്ണവി എന്നിവരാണ് മരിച്ചത്. ചെമ്മനാട് കോളിയടുക്കം ശിവപുരം ക്ഷേത്രത്തിന് സമീപത്തെ ഇരുനില വാടക വീട്ടിലാണ് ഇവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഹോം നഴ്സും കോഴിക്കോട് സ്വദേശിയുമായ ഭാര്യ ഓമന ജോലി സ്ഥലത്തും മകൻ വിഷ്ണു കാറ്ററിംഗ് ജോലിക്കും പോയതായിരുന്നു. ശനിയാഴ്ച രാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അയൽവീട്ടിലെത്തിയ ഗണേശൻ മകളെ കാണാനില്ലെന്ന് പറഞ്ഞെങ്കിലും കേട്ടവർ ആദ്യം ഇത് വിശ്വസിച്ചില്ല. വീട്ടിലേക്ക് തിരിച്ചുപോയ ഗണേശൻ അകത്തു കയറി വാതിൽ കുറ്റിയടച്ചു. ഇതോടെ സംശയം തോന്നിയ അയൽവാസികൾ വിവരം മേൽപ്പറമ്പ് പോലീസിനെ അറിയിച്ചു. വീടിന്റെ വാതിൽ അകത്തു നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. ബലം പ്രയോഗിച്ച് അകത്തു കയറി നോക്കിയപ്പോഴാണ് വൈഷ്ണവിയെയും ഗണേശിനെയും ഒരേ ഫാനിന്റെ ഹുക്കിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. മകളുടെ മരണമറിഞ്ഞ് ഗണേശൻ ജീവനൊടുക്കിയതാണോ എന്നും സംശയമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഗണേശനും കുടുംബവും ശിവപുരത്തെ വീട്ടിലേക്ക് താമസം മാറിയത്. +2 സയൻസ് വിദ്യാർത്ഥിനിയായ വൈഷ്ണവി പഠിക്കാൻ മിടുക്കിയായിരുന്നു. എന്തായിരുന്നു ആത്മഹത്യയുടെ കാരണമെന്ന് വ്യക്തമായിട്ടില്ല. മേൽപ്പറമ്പ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. വിഷ്ണുപ്രിയയാണ് ഗണേശന്റെ മറ്റൊരു മകൾ. വാടകയ്ക്ക് താമസിച്ചിരുന്ന 2 പേർ ഇതേ വീട്ടിൽ നേരത്തെ ആത്മഹത്യ ചെയ്തിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. 2025 ആഗസ്റ്റ് 13 ഒരു യുവാവും 3 മാസം കഴിഞ്ഞ് യുവാവിന്റെ പിതാവുമാണ് ജീവനൊടുക്കിയത്. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.